ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ തിരുപ്പിറവിയെക്കുറിച്ചുള്ള വിവരണം ഏറ്റവും വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും കൊടുത്തിരിക്കുന്നത് വിശുദ്ധ മത്തായിയുടെയും വിശുദ്ധ ലൂക്കായുടെയും സുവിശേഷത്തിലാണ്. നമ്മൾ വായിക്കുന്നുണ്ട് യേശുക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് സുവിശേഷകരും വളരെ വ്യക്തമായിട്ട് അന്ന് നടന്ന സംഭവങ്ങളെല്ലാം വിവരിക്കുന്നുണ്ട്. എന്നാൽ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വളരെ വ്യത്യസ്തമായിട്ടാണ് ക്രിസ്തുവിൻ്റെ ജനനം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന്. അപ്പോൾ യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുമസ് എന്ന് പറയുന്നത് ഇതാണ്, വചനം മാംസമാകുന്നതാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. എന്താണ് വചനം, അല്ലെങ്കിൽ ആരാണ് വചനം? ഇനി ആരാണ് മാംസം എന്ന് പറയുന്നത്? വചനം എന്ന് പറയുന്നത് സൃഷ്ടാവ് തന്നെയാണ്, അല്ലെങ്കിൽ ദൈവം തന്നെയാണ്. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 1-ാം വചനത്തിൽ നമുക്കെല്ലാം സുപരിചിതമായ ഒരു വചനമുണ്ട്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന് പറയുമ്പോൾ ഈ വചനം ദൈവമാണ്, സൃഷ്ടാവ് തന്നെയാണ്. ഇനി മാംസം എന്ന് പറയുന്നത് സൃഷ്ടവസ്തുക്കളാണ്. ഈ പ്രപഞ്ചത്തിലെ ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സൃഷ്ടവസ്തുക്കളാണ് മാംസം എന്ന് പറയുന്നത്. അപ്പോൾ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന് പറയുമ്പോൾ അത് അർത്ഥമാക്കേണ്ടത് സൃഷ്ടാവ് സൃഷ്ടിയുടെ ഭാഗമായിട്ട് തീരുന്നു എന്നുള്ളതാണ്. ഇനി എന്തിനാണ് സൃഷ്ടാവ് സൃഷ്ടിയുടെ ഭാഗമായിട്ട് തീരുന്നത്? ആദ്യ മനുഷ്യന്റെ പാപത്തിന് പരിഹാരം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ആദ്യ മനുഷ്യന്റെ പാപം എന്താണെന്ന് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ വളരെ സ്പഷ്ടമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. നമ്മൾ വായിക്കുന്നുണ്ട്, എപ്രകാരമാണ് മനുഷ്യന് ദൈവത്തെ പോലെ ആകുവാനുള്ള ആ ഒരു ആഗ്രഹം അവന്റെ മനസ്സിൽ ഉടലെടുത്തതെന്ന്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് സൃഷ്ടി സൃഷ്ടാവിനെ പോലെയാകുവാനായിട്ട് പരിശ്രമിക്കുന്നു. അതിന് പരിഹാരമായിട്ട് പുതിയ നിയമത്തിൽ സൃഷ്ടാവ് സൃഷ്ടിയുടെ ഭാഗമാകുവാനായിട്ട് ശ്രമിക്കുകയുമാണ് ചെയ്യുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പഴയ നിയമ പുസ്തകങ്ങളുടെ ആദ്യ താളുകൾ നമ്മൾ കാണുന്നത് സൃഷ്ടി സൃഷ്ടാവിനെ പോലെയാകാൻ പരിശ്രമിച്ച് പാപം ചെയ്യുന്നതും, പുതിയ നിയമത്തിന്റെ പ്രത്യേകിച്ചും യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ആദ്യ താളുകൾ നമ്മൾ കാണുന്നത് സൃഷ്ടാവ് സൃഷ്ടിയുടെ ഭാഗമാകാൻ ശ്രമിച്ചുകൊണ്ട് ആ പാപത്തിന് പരിഹാരം ചെയ്യുന്നതുമാണ്. ഇതിനെ പഴയ നിയമത്തിൽ അഹങ്കാരത്തിന്റെ തിന്മയെന്നും പുതിയ നിയമത്തില് എളിമയുടെ പുണ്യം എന്നും നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും. അതായത് സൃഷ്ടി സൃഷ്ടാവാകാൻ ശ്രമിക്കുന്നത് അത് അവന്റെ ഹൃദയത്തിൽ ഉടലെടുത്ത അഹങ്കാര ചിന്തയുടെ അനന്തരഫലമായിട്ടാണ്. എന്നാൽ പുതിയ നിയമത്തിലാകട്ടെ സൃഷ്ടാവ് സൃഷ്ടിയുടെ ഭാഗമാകാൻ ശ്രമിക്കുന്നത് പറഞ്ഞാൽ ഒരുതരം റാഡിക്കൽ ഹ്യൂമിലിറ്റിയാണ്, വളരെ തീക്ഷ്ണമായ എളിമയാണ് നമ്മൾ അവിടെ കാണുന്നത്. പ്രിയമുള്ളവരെ, ഈ എളിമയുടെ ആഘോഷമാവണം ക്രിസ്തുമസ് എന്ന് പറയുന്നത്. എളിമയുടെ ഒരു മഹാവിസ്ഫോടനമായിരിക്കണം ക്രിസ്തുമസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് എളിമ എന്ന് പറയുന്നത്? വിശുദ്ധ അഗസ്തീനോസും വിശുദ്ധ ഗ്രിഗറിയും ഒക്കെ പറയുന്നത് എളിമ എന്നത് സകല പുണ്യങ്ങളുടെയും സകല സുഹൃതങ്ങളുടെയും മാതാവാണ് എന്നാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എളിമയാണ് എല്ലാ സുഹൃതങ്ങളുടെയും ഒരു കവാടം, ഒരു ഗേറ്റ് വേ. അപ്പോൾ എളിമ നിരന്തരം പരിശീലിക്കുന്ന വ്യക്തിക്ക് മറ്റു സുഹൃതങ്ങൾ അത് താനേ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊള്ളും. മറ്റ് നന്മകൾ, അത് കരുണയായിക്കൊള്ളട്ടെ, സ്നേഹമായിക്കൊള്ളട്ടെ, ക്ഷമയായിക്കൊള്ളട്ടെ, എളിമ എന്ന പുണ്യം പരിശീലിക്കുന്ന വ്യക്തിക്ക് മറ്റു സുഹൃത്തുക്കൾ താനേ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊള്ളും. അപ്പോൾ എളിമയാണ് സകല സുഹൃത്തുക്കളുടെയും അമ്മ അല്ലെങ്കിൽ കവാടമെങ്കിൽ അഹങ്കാരമാണ് സകല മ്ലേച്ഛതകളുടെയും സകല പാപങ്ങളുടെയും കവാടമായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പോൾ പഴയ നിയമത്തിൽ പ്രത്യേകിച്ചും ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ താളിൽ, അതായത് 3, 4, 5 അധ്യായങ്ങളിൽ എപ്രകാരമാണ് അഹങ്കാരം, അതാണ് മനുഷ്യന്റെ ഹൃദയത്തിൽ, ആദ്യ മനുഷ്യന്റെ ഹൃദയത്തിൽ ഏറ്റവും ആദ്യം ഉടലെടുക്കുന്ന പാപം. ഈ അഹങ്കാരം ഉടലെടുത്തതിന് ശേഷം എപ്രകാരമാണ് മറ്റു തിന്മകൾ ഒന്നൊന്നായിട്ട് അവന്റെ ജീവിതത്തെ അല്ലെങ്കിൽ മനുഷ്യകുലത്തെ പൂർണ്ണമായിട്ട് ബാധിക്കുന്നത് നമ്മൾ തിരിച്ചറിയുന്നു. നമ്മുടെ ഒക്കെ ജീവിതത്തിൽ നമ്മൾ സാധാരണ പറയും ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് കൊലപാതകമാണ്, വ്യഭിചാര കുറ്റമാണ് എന്നൊക്കെ. പക്ഷേ പഴയ നിയമത്തിന്റെ ആദ്യ താളുകൾ നമുക്ക് വായിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്ന ഒരു സത്യമുണ്ട്. അഹങ്കാരം അവന്റെ മനസ്സിൽ ഉടലെടുക്കുന്നു, മനുഷ്യന്റെ മനസ്സിൽ ഉടലെടുക്കുന്നു. അതിനുശേഷമാണ് അനുസരണക്കേട്, പിന്നീടാണ് കൊലപാതകം വചനത്തിൽ നമ്മൾ വായിക്കുന്നത്, പിന്നീടാണ് വ്യഭിചാരത്തിന്റെ പാപം മനുഷ്യകുലത്തെ പിടിച്ചു കിളക്കുന്നത്. മറ്റൊന്നിൽ പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരം എന്ന ആ കവാടത്തിലൂടെയാണ് മറ്റ് തിന്മകളുടെ പ്രവേശനം. 4, 5, 6 ദൈവകൽപ്പനകളുടെ ലംഘനം നമ്മൾ കാണുന്നത്
ഈ അഹങ്കാരം മനുഷ്യന്റെ ഹൃദയത്തിൽ ഉടലെടുത്തതിന് ശേഷം മാത്രമാണ്. ഇപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 3, 4, 6 അധ്യായങ്ങൾ വായിക്കുമ്പോൾ ദൈവകൽപ്പനകൾ കൃത്യ മോഡലിൽ തന്നെയാണ്. 4-ാമത്തെ കൽപ്പനയുടെ അനുസരണത്തിന്റെ ലംഘനം, കൊല്ലരുത് എന്ന കൽപ്പനയുടെ ലംഘനമുണ്ട്. പിന്നെ 6-ാമത്തെ കൽപ്പനയുടെയും ലംഘനം, അത് 6-ാം അധ്യായത്തിൽ തന്നെയാണ് നമ്മൾ വായിക്കുന്നത്. പ്രിയമുള്ളവരെ, ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തിന്മയുടെ ഒരു മഹാവിസ്ഫോടനം, ഒരു ബിഗ് ബാങ് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും. തിന്മയുടെ ഒരു ബിഗ് ബാങ് ആണ് അഹങ്കാരം മനുഷ്യന്റെ ഹൃദയത്തിൽ ഉടലെടുത്തതിന് ശേഷം നടക്കുന്നത്. ആ അഹങ്കാരം എന്ന കവാടത്തിലൂടെ സകല തിന്മകളും മ്ലേച്ഛതകളും മനുഷ്യകുലത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇനി ക്രിസ്മസിൽ എന്താണ് സംഭവിക്കുന്നത്? എളിമ എന്ന കവാടത്തിലൂടെ, ക്രിസ്തുവാകുന്ന എളിമയിലൂടെ, ആ കവാടത്തിലൂടെ മറ്റ് സകല നന്മകളുടെയും ഒരു ബിഗ് ബാങ്, ഒരു മഹാവിസ്ഫോടനം സംഭവിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെയൊക്കെ കുടുംബത്തിലും നമ്മുടെയൊക്കെ സമുദായത്തിലും സംഭവിക്കുന്നത് എന്താണ്? ലോകത്തിൽ എളിമയില്ലാതെ പോകുന്നത് കൊണ്ട്, കുടുംബത്തിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലും എളിമയില്ലാതെ പോകുന്നത് കൊണ്ട് അനുസരണക്കേട് ധാരാളമായിട്ട് കാണുന്നുണ്ട്. കുടുംബങ്ങളിൽ ഭർത്താവും ഭാര്യയും തമ്മിൽ വിധേയത്വമില്ലാതെ പോകുന്നുണ്ട്. മക്കൾക്ക് മാതാപിതാക്കളോട് അനുസരണമില്ലാതെ പോകുന്നു. 4-ാമത്തെ കൽപ്പനയുടെ ലംഘനം, അത് അഹങ്കാരത്തിൽ നിന്നുണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ സ്വന്തം കുടുംബത്തിൽ സ്വന്തം രക്തത്തിലുള്ളവരെ വധിക്കുവാനുള്ള പ്രവണത, എത്രയോ കൊലപാതക കൃത്യങ്ങളാണ് ഇന്ന് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചറിയുന്നത്. പലതും സ്വന്തം രക്തത്തെ, കായൻ ആബേലിനെ എപ്രകാരം വധിച്ചോ അതുപോലെ തന്നെ സ്വന്തം രക്തത്തെ നിഷ്കാസനം ചെയ്യാനായിട്ട്, നിഷ്ഠൂരമായിട്ട് കൊല്ലുവാനായിട്ട് ഇന്ന് ആർക്കും ഒരു മടിയുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെ തന്നെ വ്യഭിചാരം എന്ന തിന്മ പല വേഷത്തിലും പല ഭാവങ്ങളിലും ഇന്ന് സമൂഹത്തെയും കുടുംബജീവിതങ്ങളെയും ഒക്കെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് അഹങ്കാരത്തിൻ്റെ ഒരു സാന്നിധ്യമാണ് നമ്മൾ ഓരോരുത്തരുടെ ഹൃദയത്തിൽ. അഹങ്കാരം മൂലം നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും സമൂഹത്തിലുമൊക്കെ പാപത്തിൻ്റെ മഹാവിസ്ഫോടനങ്ങൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു, ഇന്നും അലയടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ക്രിസ്മസിന് നമ്മുടെ പൊന്നുതമ്പുരാൻ ഉണ്ണീശോ നമ്മളോട് വാഗ്ദാനം ചെയ്യുന്നത് എളിമ എന്ന ആ പുണ്യം ശീലിക്കുവാനായിട്ടാണ്. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ എത്രയോ രസകരമാണ്. ഇന്നും നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സമൂഹങ്ങളിലൊക്കെ സൃഷ്ടാവിനെ പോലെയാകുവാനായിട്ട് വിഫല ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവൻ പരാജയപ്പെടുകയാണ് ചെയ്തത്. പാപത്തിൽ നിന്നും പാപത്തിലേക്ക് തെന്നി മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ പ്രിയമുള്ളവരെ, ഈ ക്രിസ്മസ് കാലയളവിൽ ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ ഭാഗങ്ങൾ വായിച്ചുകൊണ്ടും വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ആദ്യത്തെ അധ്യായം വായിച്ചുകൊണ്ടും നമുക്ക് നല്ലൊരു ഒരുക്കം നടത്താം. ഈ ക്രിസ്മസിന് എളിമ എന്ന പുണ്യം പരിശീലിക്കുവാനായിട്ടും നന്മയുടെ സകല സുഹൃതങ്ങളുടെയും ഒരു മഹാവിസ്ഫോടനം നമ്മുടെയൊക്കെ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും ഒക്കെ നടക്കുന്നവരെ നമുക്ക് പ്രാർത്ഥിക്കാം. ഉണ്ണീശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.